ഞങ്ങൾക്ക് ഇന്ന് ഒരു സ്ഥലത്തും പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇന്നതേപോലെ കേണിച്ചിക്ക് പോകുമ്പോൾ ആന ഒരു 8 മണിയായപ്പോൾ ആന കയറി പറമ്പിലേക്ക്. എന്നിട്ട് ഞങ്ങൾ പേടിച്ച് ഓടുകയും ചെയ്തു. ഇതിപ്പോൾ ഫോറസ്റ്റുകാർക്ക് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറഞ്ഞ നിമിഷം കൊണ്ട് അവർ വർഷകാരെത്തും, എല്ലാവരും എത്തും. നമുക്ക് മനുഷ്യന് യാതൊരു വിലയില്ല ഇവിടെ. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് കേണിച്ചിറയിലാണ്. കേണിച്ചിറയിൽ ഒരു 2 ആഴ്ച മുന്നേ നമ്മൾ കണ്ട ഒരു കടുവേനെ പിടിക്കുന്ന രംഗങ്ങളൊക്കെ കണ്ടിരുന്നല്ലോ. ആ ഒരു പ്രദേശത്തിനോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ ഇപ്പോൾ വാഴക്കൊമ്പൻ എന്ന് പറയുന്ന ഒരു ആന ഇറങ്ങിയിരിക്കുകയാണ്. സ്ഥിരമായിട്ട് വന്ന് വാഴകളെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നാട്ടുകാർ ഈ ഒരു ആനയ്ക്ക് വാഴക്കൊമ്പൻ എന്ന് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു സ്ഥലത്താണുള്ളത്. ഇവിടെ കുറേ അധികം വാഴ പോയിട്ടുണ്ട്. വലിയ ബുദ്ധിമുട്ടായിരിക്കുകയാണെന്ന് തന്നെയാണ് എനിക്കിപ്പോൾ നാട്ടുകാരുടെ വായിൽ നിന്നൊക്കെ കേട്ടത്. ഞാനിപ്പോൾ വന്നിരിക്കുന്ന ഈ സ്ഥലത്തിൻ്റെ ഉടമ ഇപ്പോൾ സ്ഥലത്തില്ല, പക്ഷേ നമ്മളതിൻ്റെ വിഷ്വൽസ് കാണിച്ചു തരാം. അതിനുശേഷം വേറെയും സ്ഥലങ്ങളുണ്ട് ആന നശിപ്പിച്ചത്. അപ്പോൾ നമുക്ക് ഏതായാലും ആ ഒരു സ്ഥലത്തെ ആ ഒരു ഭീകര കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇതിങ്ങനെ വരുന്ന വഴി കേട്ടോ. നമ്മൾ ആ കാണുന്ന ആ ഒരു വീടൊക്കെ ഇരിക്കുന്ന സ്ഥലം കണ്ടോ, അവിടെയാണ് കഴിഞ്ഞ 1-2 ആഴ്ചയ്ക്ക് മുന്നേ കടുവ ഇറങ്ങിയപ്പോൾ കടുവേനെ പിടിക്കാനായിട്ട് കൂട് വെച്ച ആ ഒരു സ്ഥലം. അവിടുന്ന് തൊട്ട് താഴെയുള്ള ഒരു വയലാണിത്. ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇവിടെ മുതൽ അങ്ങ് ആന പെരുമാറിയിട്ടുണ്ട്, നന്നായിട്ട് പെരുമാറിയിട്ടുണ്ട്. കണ്ടമാനം വാഴ ഇവിടെ പോയിട്ടുണ്ട് കേട്ടോ. ഒത്തിരി വാഴകൾ ഇവിടെ നശിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കേണ്ട കാര്യമില്ല. നന്നായിട്ട് തന്നെ വാഴകളൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ആനയുടെ കാൽപ്പാട് നമുക്ക് കാണാം കേട്ടോ. ഇവിടുന്നൊരു 200 മീറ്റർ ഇല്ല കേട്ടോ ആനേനെ ഇതിന് മുന്നേ കടുവേനെ പിടിച്ച ആ ഒരു സ്ഥലത്തേക്ക്. ആന ഇവിടെയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു വഴിക്കൊക്കെയാണ് നടന്നിരിക്കുന്നത്. ഇവിടെയൊക്കെ നമുക്ക് കാൽപ്പാട് കാണാം. ഈ ഒരു പ്രദേശത്തൊക്കെ ഇഷ്ടംപോലെ വാഴ പോയിട്ടുണ്ട് കേട്ടോ. കുറേ അധികം വാഴ നശിപ്പിച്ചിട്ടുണ്ട് ആന. പല ആൾക്കാർ ഈ ആനേനെ കണ്ടിട്ടുണ്ടാകുന്ന കേട്ടോ പറയുന്നത് കേട്ടെ. അതിലാണോ ഇതുണ്ടോ, ഒരു പ്രാവശ്യം ഇറങ്ങിക്കഴിഞ്ഞാൽ ആ പ്രദേശത്തുള്ള കംപ്ലീറ്റ് സാധനം തീർക്കും കേട്ടോ. ഇതുണ്ടോ വാഴകൾ എന്തോരാ പോയിരിക്കുന്നതെന്ന്. വളരെ ഭീകരമായൊരു സിറ്റുവേഷൻ തന്നെയാണ്. വാഴക്കൃഷി ഇപ്പം ഓൾമോസ്റ്റ് ഒട്ടും സാധ്യമല്ലാത്തൊരു രീതിയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ രീതിയിലിപ്പോൾ ആനകൾ കൃഷികൾ നശിപ്പിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തും അതുപോലെ തന്നെ ഇങ്ങോട്ട് എവിടെ നോക്കിയാലും നിങ്ങൾക്ക് കാണാം കേട്ടോ വാഴ നശിപ്പിച്ചിട്ടിരിക്കുന്ന ഒരു കാഴ്ച. രാത്രി ഒരു 8-9 മണിയാകുമ്പോഴത്തേക്ക് ആന ഇറങ്ങുമെന്നാണ് പറഞ്ഞു. ഇതുണ്ടോ ഇവിടെയൊക്കെ നമുക്ക് ഈ ദൃശ്യങ്ങളൊക്കെ കാണാം. കംപ്ലീറ്റ് തരിപ്പണമാക്കി കേട്ടോ, ഫുള്ളായിട്ട് നശിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വഴി കിടന്ന് ഇവിടെയൊക്കെ ആനയുടെ കാൽപ്പാട് കാണും. മുഴുവൻ കുഴിയാക്കി വെച്ചിരിക്കുകയാണ്. ഒരു പ്രദേശമുണ്ട്, ഇതിലാണ് ആന കയറി പോയിരിക്കുന്നത്. ഇവിടെ എവിടെ നോക്കിയാലും നമുക്ക് കാണാം കാൽപ്പാട്, ഇഷ്ടംപോലെ കാൽപ്പാടുണ്ട്. ഇവിടെ കാണാം ആനപ്പിണ്ടം കിടക്കുന്നത് കാണാം. മുഴുവൻ ചക്കക്കുരു കേട്ടോ, കംപ്ലീറ്റ് ചക്കയും തിന്നിട്ട് നടക്കുന്ന ആന തന്നെയാണ്. അതുകൊണ്ടാണ് പണ്ടൊക്കെ നമുക്കറിയാം കാട്ടിൽ നിന്ന് ഒരു ആന ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റിയില്ലായിരുന്നു. ആനപ്പിണ്ടത്തിൻ്റെ ഒരു നിറം പോലും വ്യത്യാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആനപ്പിണ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ ചക്കക്കുരു ഒക്കെയുള്ള ഒരു രീതിയിലേക്ക് മാറി. അപ്പോൾ അതുപോലെ ആന നാട്ടിലിറങ്ങി നാട്ടിലെ ഭക്ഷണം തന്നെയാണ് കഴിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെയൊരു കാഴ്ച നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഈ വഴിക്കൊക്കെ നമുക്ക് കാണാം കേട്ടോ ആന ചവിട്ടി നടന്നു പോയ പാട്. വലിയ ആന തന്നെയാണ്. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ റോയി. ഇന്നലെ എത്ര മണിയായപ്പോൾ? ഇന്നലെ വെളുപ്പിന് 3 മണിക്ക്. 3 മണിയായപ്പോൾ. ഇതിന് മുന്നേ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇതിന് മുമ്പും വരുന്നുണ്ട് ഉണ്ടല്ലേ? ഇപ്പം ഇത്ര നാളായിട്ട് ഇത്ര ശല്യം ഇപ്പോൾ ആദ്യമായിട്ടുണ്ടാകുന്ന സംഭവമാണ്. ഇതേ ആന തന്നെയാ? ഇത് തന്നെ ആയിരിക്കണം. ആനനെ നേരിട്ട് കണ്ടോ? ഞങ്ങൾ ഓടിച്ചു വിട്ടു. മൊത്തം കളഞ്ഞതിന് ശേഷം ഇതിന് പരിഹാരം നമുക്ക് എന്തായാലും കണ്ടെത്തണം. ഒരു രക്ഷയില്ല ഞങ്ങൾക്ക് ജീവിക്കാനായിട്ട്. എന്ത് കൃഷി ചെയ്തിട്ട് ഒരു കാര്യമില്ല ഞങ്ങൾക്കിവിടെ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നതല്ലാതെ ഇതിനൊരു നടപടി നമുക്ക് വേണ്ടി ചെയ്യുന്നില്ല. ഞങ്ങൾക്ക് ഇന്ന് ഒരു സ്ഥലത്തും പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇന്നതേപോലെ കേണിച്ചിക്ക് പോകുമ്പോൾ ആന ഒരു 8 മണിയായപ്പോൾ ആന കയറി പറമ്പിലേക്ക്. എന്നിട്ട് ഞങ്ങൾ പേടിച്ച് ഓടുകയും ചെയ്തു.
അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു പരിഹാരം എന്തായാലും കണ്ടെത്തണം. ഞങ്ങൾക്ക് ജീവിക്കാൻ യാതൊരു മാർഗ്ഗമില്ലാതെ വരുന്ന വഴിക്ക് രാത്രിയുണ്ട് ഞങ്ങൾക്ക്. അതുകൊണ്ട് ഞങ്ങൾക്ക് എങ്ങും പോകാൻ പറ്റാത്ത സാഹചര്യമായി ഇപ്പോൾ ഇവിടെ. പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു അസുഖം വന്നാൽ പോലും പേടിച്ചിട്ട് ആ ആളെ കൊണ്ടുപോകാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് ഞങ്ങൾക്ക് പോയിരുന്നത്. അതെ, കടുവേന നാളെ തൊട്ടയിലാക്കത്താ. ഒറ്റ ദിവസം കൊണ്ട് 3 പിടിച്ചത്. എനിക്ക് എന്തായാലും ഒരു നല്ലൊരു നടപടി എടുക്കണമെന്നാണ് എനിക്കൊരു അഭിപ്രായമുള്ളത്. എന്താണ് അത് ചെയ്യണം. ഇപ്പോൾ ഈ ഒരു ഏക്കറിന് എത്ര വാഴ പോയിട്ടുണ്ടാവും? ഇതിലിപ്പോൾ ഒരു 100-300ഓളം മിച്ചം വാഴ പോയിട്ടുണ്ട് പലരായിട്ട്. ഇതിപ്പോൾ ഫോറസ്റ്റുകാർക്ക് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറഞ്ഞ നിമിഷം കൊണ്ട് അവർ ഫോറസ്റ്റുകാരും എത്തും, എല്ലാവരും എത്തും. നമുക്ക് മനുഷ്യന് യാതൊരു വിലയില്ല ഇവിടെ. അവർക്ക് അല്ലെങ്കിൽ ഫോറസ്റ്റിന് എന്തെങ്കിലും ഇതാവുകയാണെങ്കിൽ അതിനൊക്കെ നടപടി എടുക്കാനൊക്കെ അവർക്ക് പറ്റും. മനുഷ്യന് എന്ന് വന്നാലും അവർക്ക് നടപടി എടുക്കാൻ. ഇതിപ്പോൾ കൃഷിസാധനങ്ങളെല്ലാം നയിച്ചു. ഇതുവരെ ഫോറസ്റ്റുകാർ വരെ വന്ന സംശയമാണ് ഇവിടെ. ഇന്നലെ സംഭവിച്ചതാണ്. അവരെ ആ ചേട്ടൻ വിളിച്ചെന്നാണ് പറഞ്ഞത്. ഈ സമയം വരെ അവരിവിടെ എത്തിയിട്ടില്ല. നേരെ മറിച്ച് ഇന്നിപ്പോൾ ഒരു പറമ്പിൽ കയറി ഒരു ആന ചാവുമോ അല്ലെങ്കിൽ ഒരു പന്നി ചാവുമോ അപ്പം അറിയാം ഫോറസ്റ്റുകാർ വരും. അവർ ചൂടെന്താണെന്ന് വരും അറിയാവോ. വേറെ എന്ത് മനുഷ്യനല്ലാതെ വേറെ എന്ത് ഇതായിക്കോട്ടെ അവരുടെ റിപ്പാർട്ടിനെ പറ്റിപ്പെട്ട് അവർ അന്നേരം അവിടെ എത്തിക്കുള്ളൂ ആൾക്കാർ. മനുഷ്യൻ ചത്താലൊന്നും അവർക്ക് യാതൊരു വിലയില്ല. കാലങ്ങൾ അങ്ങോട്ടാണ് പോണേ. ഇതിൽ എന്തായാലും നടപടി എന്താണെന്ന് വേണം. പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഞങ്ങൾക്ക് ഇവിടെ വന്നേക്കണം. രാത്രി ഒരു വണ്ടി പോലും വിളിച്ചാൽ വരികയില്ല. അവർ പറഞ്ഞ് നിങ്ങളുടെ വഴിക്ക് വരാൻ പറ്റിയ ആനയാണെന്ന് പറഞ്ഞു. അത് ശരി തന്നെയാണ്. അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. പകലെന്ന് പറഞ്ഞ ആന ആശുപത്രി കേസിട്ടൊന്നും വണ്ടി വരികയില്ല. അങ്ങനെ ഞങ്ങൾ പെട്ടുകൂടെ. ഞങ്ങൾക്ക് ഒരു രീതിയിലും ജീവിക്കാനുള്ള മാർഗ്ഗമില്ല. അതിനെന്തെങ്കിലും സർക്കാർ നല്ലൊരു അനുകൂലം ഞങ്ങൾക്ക് എന്തായാലും വേണം. അവർ മതിൽ കെട്ടാൻ ചുറ്റുപാടും കെട്ടാന്ന് പറഞ്ഞ് കുറച്ച് കട അവിടെ കണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കി പണി തീർക്കുകട്ടെ. ഒരു ഫെൻസിങ് തന്നെ ഉണ്ട്. അതുപോലെ നോക്കാൻ കുറേ വാച്ചർമാരെ നിയമിക്കുമോ എന്തെങ്കിലും ഇവർ ചെയ്യണ്ടേ? ഇത് സംഭവം കളഞ്ഞു ഇതുവരെ ഒരു മനുഷ്യൻ ഒരു ആൾക്ക് വ്യത്യസ്തം ഇവിടെ വന്നിട്ടില്ല. ഇങ്ങനെയൊക്കെയാണ് അവർ ചെയ്യുന്നത് നമ്മളോട്. എന്തോരം പൈസ മുടക്കേണ്ട കാര്യങ്ങൾ ചെയ്തതെന്നറിയാമോ? ഇത് തിന്നിട്ടില്ലാന്ന് വെറുതെ കണ്ടില്ലേ? ഈ സംഭവം ഇവൻ തിന്നിട്ടൊന്നുമില്ല. മൊത്തം കണ്ടില്ല ചവിട്ടി ചപ്പറിച്ച് നല്ല ഒന്നാമതാ. ഇതിനകത്ത് പന്നിയും കടുവയും ഉണ്ടാവും. ഇതിൻ്റെ ഉടമസ്ഥന്മാരൊന്ന് വെട്ടുകാട്ടെ നമ്മളെ പറയാന്നല്ലാതെ ഒരു ഇത് ആനശല്യം പന്നിശല്യം അതെ. ഒരു കൃഷികൾ പോലും ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ആന കയറി ഇതല്ലേ. ഇപ്പോൾ ഇന്നലെ ഈ വാഴ കളഞ്ഞു, ഇത് നേരം വരെ വന്നില്ല. ഇതുപോലെ നെൽകൃഷി ചെയ്താലും ശരി അവർ വരികയില്ല. നേരെ മറിച്ച് അവർ എന്തെങ്കിലും ഇത് ആയിക്കോട്ടെ അന്നേരം അറിയാം അതിൻ്റെ നടപടിയോ കാര്യങ്ങളൊക്കെ എത്തുമെന്നുള്ളത്. എന്താ കാര്യം? ചക്കവർക്ക് വന്നാണോ? എന്താ പരിപാടി? മാലയും പൊട്ടിച്ചു. ഇത് ഇവിടുത്തെ കേണിച്ചിറ പള്ളിയുടെ കോമ്പൗണ്ടാണ് കേട്ടോ. സെമിത്തേരിയുടെ ഭാഗമായിരുന്നു. ഇതിനുള്ളിലൊക്കെ ആന കയറിയിട്ടുണ്ട് കേട്ടോ. അത് അവിടെയൊക്കെ വാഴ നശിപ്പിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഈ ഒരു ഭാഗത്തു നിന്നാണ് കേട്ടോ ആന കയറി വന്നു. നമ്മളിപ്പോൾ ആ കണ്ട സ്ഥലത്തു നിന്ന് 1 കിലോമീറ്റർ 3/4 കിലോമീറ്ററെങ്കിലും ഉണ്ട് റോഡ് മാർഗം. ആന ഇങ്ങനെ ഓരോ പറമ്പിലൂടെ ഇങ്ങനെ കയറി പല റോട്ടിൽ കൂടെയൊക്കെ ഇറങ്ങിയാണ് ഇങ്ങനെ അവിടെയൊക്കെ നശിപ്പിച്ച് വെച്ചിട്ടുണ്ട്. കുറേ കളഞ്ഞിട്ടുണ്ട്. ഇവിടെയുള്ള കുറേ വാഴ പോയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടല്ലോ ഇതൊക്കെ ഇവിടെയൊക്കെ അന്നിവിടെ ഒരു ഭീകരാന്തരീക്ഷമായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ പള്ളിയിൽ വരുന്ന സമയത്ത് ആനപ്പിണ്ടൊക്കെ ഇവിടെയൊക്കെ ഇങ്ങനെ കിടന്ന് ആന സെമിത്തേരിയുടെ മോൾ ഭാഗത്തുകൂടി ആന കയറി വന്ന് ഇവിടെ ഉണ്ടായിരുന്ന 2-3 കൂട്ടം വാഴകളെല്ലാം നശിപ്പിച്ച് ആനപ്പിണ്ട വാഴ എല്ലാം സെമിത്തേരിയിലേക്ക് പോകുന്ന ഈ റോഡിലേക്കെല്ലാം നിരത്തിയിട്ട് ഇവിടെ എല്ലാം പിണ്ടം ഇട്ട് പള്ളിയുടെ മുൻവശത്തോടെ പോയിട്ട് അതിലെയാണ് കടന്നു പോയത്. പള്ളിയുടെ കോമ്പൗണ്ടിൽ കൂടെ പോയത്. പള്ളിയുടെ കോമ്പൗണ്ടിൽ കൂടെയാണ് കടന്നു പോയത്. അതുപോലെ ഈ ചേട്ടൻ്റെ പറമ്പിലും കുറേ വാഴകൾ നശിപ്പിച്ചിട്ടുണ്ട്. മറ്റ് വാഴ മാത്രമല്ല കുറേ കവുങ്ങും സാധനങ്ങളൊക്കെ നശിപ്പിച്ചിട്ടോ.
പേരെങ്ങനെയാ? പേര് ടോമി. ടോമി. അറിഞ്ഞായിരുന്നോ സംഭവം ആന വന്ന്? ആന കുറേ നശിപ്പിച്ചൊക്കെ കഴിയാനായപ്പോൾ ഞങ്ങൾ അറിഞ്ഞല്ലേ? 3 മണി 4 മണിയൊക്കെ ആകുമ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞു. പിന്നെ ഓടിച്ചപ്പോഴാണ് പോയത്. കുറേ പോയിട്ടുണ്ടല്ലേ? കുറേ അങ്ങ് താഴെ വരെ ഉണ്ട്. അതേപോലെ മൊത്തം അന്ന് കൂട്ടമായിരുന്നു. ആണല്ലേ? കവുങ്ങും എല്ലാം ഒടിച്ച് ഇതാക്കിയത് ഒക്കെ ഉണ്ട്. താഴെ വരെ ഉണ്ടല്ലേ? ഒന്ന് ജസ്റ്റ് ഇച്ചിരി കൂടെ അങ്ങോട്ട് പോകും. ഇപ്പം കളഞ്ഞിട്ടോ. പറമ്പിലുള്ള കംപ്ലീറ്റ് ആണ്. വാഴ, കവുങ്ങ്, കാപ്പി ഒക്കെ കാപ്പിയൊക്കെ കളഞ്ഞു. എല്ലാം ചവിട്ടി ഓടിച്ച് വെളുപ്പിച്ചല്ല പറമ്പ്. മൊത്തത്തിൽ ഇതിങ്ങനെ അത് കൂട്ടമായിട്ടായിരുന്നു. കൂട്ടമായിട്ടാണ് വന്നത്. എന്നിട്ട് കാപ്പിയെല്ലാം ചവിട്ടി ഓടിച്ച് കവുങ്ങും എല്ലാം ഓടിച്ച് 3-ാം കൊല്ലം കവുങ്ങ് അങ്ങ് താഴെ വരെ ഉണ്ട്. ഇതേപോലെ തന്നെ താഴെ വരെ എല്ലാം താഴെ വരെ മൊത്തം നടന്ന് മൊത്തം ഇതാക്കിയ ഒരു പറമ്പിൽ കംപ്ലീറ്റ് വെളുപ്പിച്ചു കേട്ടോ. ഇവിടുന്ന് ഇനി താഴേക്ക് ഞാൻ പോകുന്നില്ല, പക്ഷേ നമുക്ക് കാണാം ഇവിടുന്ന് താഴേക്ക് ഇതേപോലെ തന്നെയാണ് കിടക്കുന്നത്. ഇതേ കാഴ്ച തന്നെയാണ് താഴെയും കാണാനുള്ളത്. ഇത് മൊത്തം എത്ര ഏക്കർ ഉണ്ടായിരുന്നു? ഇത് സ്ഥലം 2.5 ഏക്കർ. 2.5 ഏക്കറല്ലേ? അതിനകത്ത് മൊത്തം നശിപ്പിച്ചല്ലേ? മൊത്തം ഇല്ലെങ്കിലും കുറേ ഭാഗം കാപ്പിയും കവുങ്ങും അപ്പുറത്തേക്കും ഒക്കെ ആയിട്ട് മൊത്തത്തിൽ അത് അവിടെയൊക്കെ. ഫോറസ്റ്റുകാർ വന്നായിരുന്നോ? ഫോറസ്റ്റുകാർ വന്നു. എന്താ പറഞ്ഞേ? അവർ വന്ന് അപേക്ഷ കൊടുക്കാൻ പറഞ്ഞ് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അല്ല, എല്ലാം ഇത് കാപ്പിയും കവുങ്ങും എല്ലാം വെച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് അപേക്ഷ വാഴയെല്ലാം പറഞ്ഞ് അപേക്ഷ കൊടുക്കാൻ കൊടുത്തിട്ടുണ്ട്. ഇന്നലെ വന്നപ്പം ഇന്നലെയും വീണ്ടും വന്നായിരുന്നു ആന. അന്നേരം നശിപ്പിച്ചപ്പോഴും വിളിച്ചു പറഞ്ഞു. അപ്പോഴും പറഞ്ഞു നമ്മളിപ്പോൾ കൊടുത്തിട്ടുണ്ടല്ലോ, ഇനി 3 മാസം കഴിയുമ്പോൾ അടുത്ത അപേക്ഷ കൊടുക്കാം. ഒന്നിച്ചിപ്പം മിനിങ്ങാന്നാണ് ഇപ്പം നമ്മൾ അപേക്ഷ കൊടുത്തത്. അപ്പോൾ ഇന്നലെ തന്നെ വീണ്ടും കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. 2019 മുതലുള്ളത് കൊടുത്തിട്ടില്ല പലർക്കും. 2019 മുതലുള്ളത് ഇല്ല, ഞങ്ങളങ്ങനെ അപേക്ഷ കൊടുക്കാറില്ലായിരുന്നു. കാരണം നേരത്തെ ഒന്നും കൊടുത്തൊന്നും കിട്ടാറില്ലാത്തതുകൊണ്ട് കൊടുക്കാറില്ലായിരുന്നു. ഞാൻ പറഞ്ഞു 2019 മുതലുള്ളത്. അവിടേക്കൊക്കെ എന്ന് പറഞ്ഞാൽ കാപ്പിയെല്ലാം ചവിട്ടി അങ്ങ് കുഴിയായിട്ട് ഇതിങ്ങനെ കൂട്ടമായിട്ട് വന്നിട്ടേ കുഴിയായിട്ട് കിടക്കുക. കാപ്പി കവുങ്ങ് ഇതൊക്കെ കവുങ്ങെല്ലാം ഇങ്ങനെ ഇതേപോലത്തെ ഇത് പ്രായമുള്ളതൊക്കെ ഇങ്ങനെ ഒടിച്ച് കൂട്ടിക്കിടക്കുക. ഇതുപോലെ തന്നെ ആട്ടോ മൊത്തം ഈ 2.5 ഏക്കർ സ്ഥലത്തും ഇതേപോലെ തന്നെ ആട്ടോ കിടക്കുന്നത്. നമ്മളങ്ങോട്ട് പോയാൽ ഇതുപോലെയൊക്കെ തന്നെ കാണാനുള്ളത്. അതുകൊണ്ടാണ് താഴേക്ക് പോകാത്തത്. കുറേ പോയിട്ടുണ്ട് കേട്ടോ. ഏകദേശം എത്ര വാഴ പോയിട്ടുണ്ടാവും കേട്ടോ? വാഴ ഒരു 10, 300, 400 വാഴയോളം പോയിട്ടുണ്ട്. അതേപോലെ കാപ്പി 10, 300 കാപ്പിയോളം പോയിട്ടുണ്ട്. പിന്നെ കവുങ്ങ് 150 കവുങ്ങോളം പോയിട്ടുണ്ട്. അത് കായ്ച്ചതും കായ്ക്കാത്തതും ഒക്കെ ആയിട്ട് പോയിട്ടുണ്ട്. കൃഷി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം. കൃഷി ഇപ്പം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ഇതിപ്പോൾ പണിയെടുക്കാൻ തോന്നുന്നില്ല. കാരണം ഇതേ സ്ഥിതിയാണല്ലോ. അതെ, ഇങ്ങനെ ആനയ്ക്ക് തിന്നാനാണെങ്കിൽ എന്തിനാണ് ഉണ്ടാക്കുന്നത്? അല്ല, നമ്മളിങ്ങനെ പണിയെടുത്തുണ്ടാക്കും. ലാസ്റ്റ് ഞങ്ങൾ ഒച്ച കാട്ടപ്പോഴത്തേക്കും അത് ഒടിക്കായിരുന്നു. ഇതാ 2-3 വാഴ നിൽക്കുന്നുണ്ടോ അവിടെ? ഈ ഭാഗത്തല്ല, ഇതാ 2-3 എണ്ണം നിൽക്കുന്നുണ്ടോ? അത് ഒടിച്ചപ്പോഴത്തേ ഞങ്ങൾ അറിഞ്ഞത്. ഈ 3 മണിക്കും 4 മണിക്കൊക്കെ നമ്മളറിയോ അപ്പുറത്ത്. അത് 2 എണ്ണത്തിൻ്റെയും ചുവടെ പിടിച്ച് കുറച്ച് ഓടിച്ചപ്പോഴത്തേക്കും ഞങ്ങൾ ഒച്ച കേട്ട് അറിഞ്ഞു. പിന്നെ ഓടിയില്ല. കുറേ കൂലും കാറിലും ഉമ്മകളൊക്കെ ഉണ്ടാക്കിയപ്പോൾ പോയത്. അപ്പോഴത്തേ അപ്പുറം വീട്ടുകാരുമായിട്ട് അവരും ഇതാക്കും. അവർ ഒച്ചയൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ പോകുന്നതാണ്. ഇക്കൊല്ലാണ് ഏറ്റവും കൂടുതൽ ശല്യം. ഇപ്രാവശ്യം ഈ വർഷം ഒരു 10 പ്രാവശ്യമെങ്കിലും ഇവിടെ 10 ദിവസമെങ്കിലും വന്ന് നശിപ്പിച്ചിട്ടുണ്ട്. അങ്ങ് താഴെ വന്നില്ല മൊത്തം വാഴ വെച്ചിട്ട് മൊത്തം നശിപ്പിച്ചു. ഇപ്പോഴൊരു 5-8 മാസമായിട്ട് സ്ഥിരമായിട്ടുണ്ട്. നേരത്തെ ഒരു 2-3 കൊല്ലം മുമ്പൊന്നും അങ്ങനെ ആനയെന്ന് പറയാൻ വലിയൊരു ശല്യമില്ല. വല്ലപ്പോഴും ഒന്ന് വന്ന് പോകാന്നല്ലാണ്ട് ഇത് സ്ഥിരമായതുകൊണ്ട് ഇപ്പോൾ ആൾക്കാർക്കും ഇത് ഇതായില്ലേ? അല്ല, ഇതിപ്പോൾ സ്ഥിരമാണല്ലോ. ഈ ഇവിടുന്ന് ഫോറസ്റ്റ് എത്ര ദൂരം? ഫോറസ്റ്റ് 1 കിലോമീറ്റർ കൂടുതലുണ്ട്. 1 കിലോമീറ്റർ ഉണ്ടല്ലേ? അവിടെ ഫെൻസിങ്ങും കാര്യങ്ങളും ഉണ്ടോ? ഫെൻസിങ് ഉണ്ട്. വർക്കിങ്ങാ? വർക്കിംഗ് ആണ്. അത് ഇന്നലെ പൊട്ടിക്കിടന്നിട്ട് അവർ റെഡിയാക്കുന്നുണ്ടെന്നാണ്. ഇറങ്ങി വരുന്നപ്പോൾ അവിടെ പൊട്ടിച്ചിട്ടും മരം ഇട്ടിട്ടും ഒക്കെയാണെന്നാണ് അവർ പറഞ്ഞത്. മറ്റേ ട്രെഞ്ച് ഉണ്ടോ ഈ ഭാഗത്ത്? ട്രെഞ്ച് ഉണ്ടെന്ന് തോന്നുന്നു.
നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ആദ്യത്തെ കടുവ ഒരു പശുവിനെ പിടിച്ച ആ ഒരു വർഗീസുകാരൻ്റെ ഒക്കെ ആ വീടിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് കേട്ടോ ഈ ഒരു പ്രദേശമുള്ള. ഇവിടെ ഒരു റിസോർട്ടുണ്ട്, ആ റിസോർട്ടിനോട് ചേർന്ന് തന്നെയാണ് ഈ വീടുള്ളത്. അതായത് ഇതാണ് ഇവിടെ നമ്മൾ കണ്ട കാഴ്ച. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് ഇവിടെ ഇപ്പോൾ ഇവിടുത്തെ ഒരു സ്ഥിതിഗതികൾ. ദിവസം എന്ന് പറയുന്ന പോലെ ആനയാണ് ഇവിടെ വന്ന് എല്ലാ സാധനങ്ങളും നശിപ്പിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത്. പല ആൾക്കാർക്കും ഇപ്പോൾ എന്താ പറയുക, ഇത് പരാതിപ്പെടാൻ പോലും താല്പര്യമില്ലാത്ത സ്ഥിതിയിലേക്കായി. കാരണം എല്ലാ ദിവസവും എങ്ങനെ വിളിച്ച് പറയുന്നതെന്നൊക്കെ ഓരോരുത്തർ ചോദിക്കുന്നത്. 300 വാഴ, 300 എന്താ പറയുക കാപ്പി തൈയൊക്കെ ഒറ്റ ആളുടെ തന്നെ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവരുടെ ഒരു പ്രയാസം. 2-2.5 ഏക്കർ കംപ്ലീറ്റ് വെളുപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്. ഞാനത് മുഴുവനായിട്ട് പോയില്ല, മുഴുവൻ പോയാലും അതേ കാഴ്ച തന്നെയാണ് താഴേക്കും കാണാനുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ആദ്യം നമ്മൾ കണ്ടു വയലിൽ, അതിനോട് ഒരു 3/4 കിലോമീറ്റർ ഇപ്പുറമുള്ള ഒരു സ്ഥലമാണിത്. അപ്പോൾ ഈ ഒരു പ്രദേശം വളരെ വന്യമൃഗ ശല്യം കൊണ്ട് വളരെ പൊറുതിമുട്ടി നിൽക്കുന്ന ഒരു പ്രദേശമാണ്. 1.5 ആഴ്ച മുന്നേ കടുവയായിരുന്നു ഇവിടുത്തെ. ആന ഇവിടെ സ്ഥിരം ഉള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ വളരെ രൂക്ഷമായിട്ട് തന്നെയാണ് ഇവിടുത്തെ സ്ഥിതികൾ പോകുന്നത്. ആനേനെയും മറ്റ് ജീവികളൊന്നും നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള ഒരു ശ്രമം പോലും ഇവിടെ നടത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്കിത് കാണുമ്പോൾ മനസ്സിലാകുന്നത്. ട്രെഞ്ചോ അല്ലെങ്കിൽ ഈ വൈദ്യുതി ഫെൻസിങ്ങൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെയൊന്നും ആനകൾ ഇറങ്ങൂല. അപ്പോൾ ഇതുപോലെ ഈ സ്ഥിതിയാണ് ഇവിടെ തുടർന്നുകൊണ്ട് പോകുന്നതെങ്കിൽ അധികം താമസിക്കാതെ ഇവിടെയൊക്കെ ആൾക്കാർ കൃഷിയൊക്കെ നിർത്തി മരുഭൂമിയാകും. അതാണിപ്പോൾ നടക്കാൻ പോകുന്നത്. ഇപ്പോൾ ഓൾറെഡി പല സ്ഥലത്തും ആയി. നമ്മൾ ചെല്ലുന്ന പല സ്ഥലത്തും ഇപ്പോൾ തരിശു ഭൂമികളാണ് കാണുന്നത്. അപ്പോൾ ഏതായാലും ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. വീണ്ടും മറ്റൊരു ദിവസം നല്ലൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.